ഹരേ കൃഷ്ണ. ഇനി 25ാമത്തെ ദശകം നരസിംഹാവതാരമാണ്. വളരെ മനോഹരമായ ഒരു ദശകമാണ്. ഇവിടെ ഭഗവാൻ തൻ്റെ ഭക്തൻ്റെ വിളിക്കായി സദാ കാതോർത്തിരിക്കുകയാണ്. ആ വിളിക്കുന്ന നിമിഷം തന്നെ അവിടെ ഓടിയെത്തുന്നത് നമുക്ക് കാണാം. ധ്രുവൻ വിളിച്ചപ്പോൾ ഓടിയെത്തി. ഇവിടെ പ്രഹ്ലാദൻ വിളിച്ചപ്പോഴും ഓടിയെത്തുന്നതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അതേപോലെ നമുക്ക് രുക്മിണീ ദേവിയുടെ ഒരു വിളിക്കായി കാതോർത്തിരുന്ന ഭഗവാന് കുറേ ദിവസം കൊണ്ടേ ഉറക്കം ശരിയാവുന്നില്ല, ഉറക്കം കൂടി വരുന്നില്ല. എന്തേ രുക്മിണീ ദേവിയെക്കുറിച്ചുള്ള വിചാരം. ആ രുക്മിണീ ദേവിയുടെ ഒരു സന്ദേശം കിട്ടാൻ നോക്കിയിരുന്നു ഭഗവാൻ. എല്ലാം മറന്ന് ഓടിയെത്തുകയായി രുക്മിണീ ദേവിയെ കൂട്ടിയിട്ട് വരാനായിട്ട്, രുക്മിണീ ദേവിക്ക് തുണയാകുവാനായിട്ട്. പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് നമുക്കിത് തന്നെ കാണാം. ഭഗവാനെ ഒന്നേ വിളിച്ചുള്ളൂ, എത്തി ഭഗവാൻ. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, ആചാര്യന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ള കഥയാണ്, എന്തുകൊണ്ടാണ് പാണ്ഡവരുടെ ഇത്രയേറെ ഉറ്റമിത്രമായിരുന്ന ഭഗവാൻ ആ യുധിഷ്ഠിരൻ ചൂത് കളിച്ചപ്പോൾ രക്ഷിക്കാമായിരുന്നില്ലേ? എന്തിനാണ് അവരെ അങ്ങനെ ചൂതിൽ തോൽപ്പിച്ച് ഇങ്ങനെ വലിയൊരു യുദ്ധത്തിൽ വരെ കലാശിക്കുന്ന തലത്തിലേക്ക് കൊണ്ടെത്തിച്ചത് എന്ന്. ഭഗവാൻ അപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത്രേ, ഞാൻ യുധിഷ്ഠിരൻ്റെ വിളിക്കായി കാതോർത്തിരിക്കുകയായിരുന്നു, പക്ഷേ എന്നെ വിളിച്ചില്ല. ദുര്യോധനൻ തൻ്റെ അമ്മാവനായ ശകുനിയെ ആ കളി ഏൽപ്പിക്കുമ്പോൾ ഞാൻ കരുതി ധർമ്മപുത്രർ എന്നെ വിളിക്കുമെന്ന്. പക്ഷെ എന്നെ വിളിച്ചില്ല. സ്വന്തം കഴിവിൽ വിശ്വസിച്ച് ആ ദൗത്യം സ്വയം ഏറ്റെടുക്കുകയായിരുന്നുവെന്ന്. ഇവിടെ ഇതേപോലെ ഭഗവാൻ നമ്മുടെ ഓരോരുത്തരുടെയും വിളിക്കായിട്ട് കാതോർത്തിരിക്കുകയാണ്. ഒന്ന് വിളിക്കുകയേ വേണ്ടൂ. നമുക്ക് കുന്തിദേവിയുടെ കഥ എടുത്താൽ തന്നെയും കുന്തിദേവി സദാ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നടന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊരു വിളിയുടെ പോലും ആവശ്യം വന്നില്ല. ഓരോ ആപൽഘട്ടത്തിലും ഭഗവാൻ ആ പഞ്ചപാണ്ഡവരുടെയും ആ സന്തതികളുടെ പോലും സന്തതി പരമ്പരകളുടെ പോലും കൂടെയുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. പരീക്ഷത്തിനെ രക്ഷിച്ചത്, ആ ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും രക്ഷിച്ചത് ഭഗവാനായിരുന്നു. അങ്ങനെ ഓരോന്നും നോക്കിയാൽ ഭഗവാൻ തൻ്റെ ഭക്തനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സദാ ആ ഭക്തൻ്റെ വിളിക്കായി കാതോർത്തിരിക്കുകയാണ്, ഓടി അണയാനായിട്ട്. ഇവിടെ അങ്ങനെയൊരു കഥയാണ് നമ്മൾ ഇനിയും കാണാൻ പോകുന്ന നരസിംഹാവതാരം. കുന്തിദേവിയെപ്പോലെ ഭഗവാനെ സദാ ധ്യാനിച്ചുകൊണ്ട് നടന്നിരുന്ന, സദാ ഭഗവത് സ്മരണയോടുകൂടി ജീവിച്ചിരുന്ന ഒരു സുഹൃത ജന്മമായിരുന്നു പ്രഹ്ലാദൻ്റേത്. തൻ്റെ ചുറ്റിനും, തൻ്റെ ചുറ്റുപാടുകൾ മുഴുവൻ, തൻ്റെ സാഹചര്യങ്ങൾ മുഴുവൻ അതിന് പ്രതിബന്ധമായി നിന്നപ്പോഴും ഭഗവാനെ അങ്ങ് തന്നെയാണെല്ലാം, അങ്ങ് മാത്രമാണ് ആശ്രയം എന്ന് കരുതി ജീവിച്ച ആ ഭക്ത പ്രഹ്ലാദൻ്റെ മുന്നിലേക്ക് ഭഗവാനെ ആപത്ത് വന്നപ്പോൾ വിളിക്കുകയായിരുന്നില്ല. പക്ഷേ സദാ ആ ഭഗവാന് പ്രഹ്ലാദന് സംരക്ഷണവുമായി തുണയായി കൂടെ നിന്നു. എന്തെല്ലാം പരീക്ഷണ ഘട്ടങ്ങളിലൂടെ ആ കുഞ്ഞു ബാലൻ കടന്നുപോയി. അപ്പോഴൊക്കെ തൻ്റെ 2 കൈകളിൽ ഭഗവാൻ അങ്ങനെ താങ്ങുകയായിരുന്നു ആ ഉണ്ണിയെ. ഒടുവിൽ ആ ഹിരണ്യകശിപുവിൻ്റെ തമോ ഗുണം, അതിൻ്റെ ആ ഒരു ആസുരിക ഭാവം അതിൻ്റെ ഉത്തുംഗത്തിലെത്തിയപ്പോൾ ഇനിയും തൻ്റെ ഭക്തനെ നേരിട്ട് വന്ന് തന്നെ രക്ഷിക്കണം, ഈ തമോ ഗുണത്തെ, ഈ അസുരനെ ഇല്ലാതെയാക്കുവാനുള്ള സമയമായിരിക്കുന്നു, തൻ്റെ ഭക്തനെ
തൻ്റെ ആ പൊന്നുണ്ണിയെ അങ്ങോട്ട് കൈകളിലേക്ക് എടുത്ത് ചേർത്ത് നിർത്തുന്നതിനുള്ള അവസരമായി എന്ന് ഭഗവാൻ തോന്നിയപ്പോൾ ഇതാ ഭഗവാൻ വരാൻ പോവുകയാണ്. അതാണ് നരസിംഹാവതാരം. അപ്പോഴും ബ്രഹ്മാവിൻ്റെ വാക്കുകളെ, ബ്രഹ്മാവ് കൊടുത്ത ഒരു അനുഗ്രഹം, ഒരു വരം ഹിരണ്യകശിപുവിനോടൊപ്പമുണ്ട്. ആ വാക്കിനെ തെറ്റിച്ചില്ല ഭഗവാൻ. മനുഷ്യനാലോ മൃഗത്താലോ ഒന്നും കൊല്ലപ്പെടാതെ, ആയുധം ഉപയോഗിക്കാതെ, ജലത്തിൽ വെച്ചോ കരയ്ക്ക് വെച്ചോ അല്ലാതെ, അകത്തു വെച്ചോ പുറത്തു വെച്ചോ അല്ലാതെ ആ ഹിരണ്യകശിപുവിന് മരണം ഏതൊക്കെ വിധത്തിൽ ഉണ്ടാകരുത് എന്ന് വരം ചോദിച്ചു. ആ വിധത്തിലൊന്നും മരണമുണ്ടാകില്ല എന്ന് വരം കൊടുത്ത ആ ബ്രഹ്മാവിൻ്റെ വാക്കുകളെയും തെറ്റിക്കാതെ, നോക്കൂ അവിടെയും ആ ബഹുമാനം, മറ്റ് ദേവന്മാർക്ക് കൊടുക്കുന്ന ആ ഒരു ബഹുമാനം ഭഗവാന്റെ, അതേസമയം തൻ്റെ ഭക്തനെ രക്ഷിക്കുക എന്നുള്ള അതിയായ ആഗ്രഹം ഭഗവാന്റെ. ഭഗവാൻ വരാനുള്ള സമയമായിരിക്കുന്നു. നമുക്ക് ആ ദശകത്തിലേക്ക് കടക്കാം. 25ാമത്തെ ദശകം നരസിംഹാവതാരമാണ്. ഇതിൻ്റെ ട്യൂണ് സാന്ദ്രയാണ്. 24ാമത്തെ ദശകവും സാന്ദ്രയായിരുന്നു. പക്ഷേ അതിൻ്റെ വരികളുടെ ഘടനയിൽ നമ്മൾ നോക്കിയാൽ മാറ്റം കാണാം. എന്നിരുന്നാലും അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതും സാന്ദ്ര തന്നെയാണ്. അതായത് 1ാമത്തെ ദശകത്തിൻ്റെ ഈണം തന്നെയാണ്. അവിടെ സാന്ദ്രാനന്ദാവബോധാത്മകം എന്ന് തുടങ്ങിയെങ്കിൽ ഇവിടെ സ്തംഭേ ഘട്ടയതോ എന്നും പറഞ്ഞു തുടങ്ങുന്നു എന്ന് മാത്രം. ഇനി നമ്മൾ തൊട്ടു മുൻപുള്ള ദശകത്തിൽ പറഞ്ഞു നിർത്തിയത് ആ ഹിരണ്യകശിപു പ്രഹ്ലാദൻ പറഞ്ഞ ആ തൻ്റെയും ലോകത്തിൻ്റെ തന്നെയും ബലമായിട്ടുള്ള വിഷ്ണു സർവ്വവ്യാപിയാണ്, ഇവിടെ എല്ലാം ഉണ്ട്, എല്ലാവരിലും ബലമായി വർത്തിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെയെങ്കിൽ ഈ തൂണിലുമുണ്ടോ നിൻ്റെ വിഷ്ണു എന്ന് ചോദിച്ച് ആ തൂണിലേക്ക് ആഞ്ഞുവെട്ടിയ ഹിരണ്യകശിപുവിൻ്റെ ചിത്രം വരച്ച് കാണിച്ചതെന്നായിരുന്നു നമ്മളെ അവിടെ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നിർത്തിയത്. അവിടെ നിന്നും ഇനിയും തുടങ്ങുകയാണ് 25ാമത്തെ ദശകം. നരസിംഹാവതാരം. സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയന്നാഘോർണജ്ജഗദണ്ഡകുണ്ഡകുഹരോ ഘോരസ്തവാ ഭൂദ്രവഃ ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ പൂർവം കദാപ്യശ്രുതം കമ്പഃ കശ്ചന സമ്പപാതചലിതോപ്യംഭോജഭൂർവിഷ്ടരാത്. അങ്ങനെ തൂണിലാഞ്ഞു വെട്ടി. അതിനുശേഷം പറയാ സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ. സ്തംഭേ, ആ സ്തംഭത്തിൽ, ആ തൂണിന്മേൽ, ഘട്ടയതഃ ശക്തിയായി പ്രഹരിച്ച ആ ഹിരണ്യകശിപു അങ്ങനെ ആ സ്തംഭത്തിലേക്ക് ആഞ്ഞു പ്രഹരിച്ചപ്പോൾ കർണൗ സമാചൂർണയന്നാഘൂർണജ്ജഗദണ്ഡകുണ്ഡകുഹരോ. കർണൗ, തൻ്റെ 2 കാതുകളെ, സമാചൂർണയന്നാഘൂർണജ്ജഗദണ്ഡകുണ്ഡകുഹരോ, കുറച്ച് വലിയൊരു പദമാണ്. വാക്കുകൾ പറയാം. സമാചൂർണയൻ, ആഘൂർണജ്ജഗദണ്ഡകുണ്ഡകുഹരഃ, അതത്രയും ഒന്നിച്ച് തന്നെ എടുക്കേണ്ടതാണ്. സമാചൂർണയൻ എന്ന് പറഞ്ഞാൽ പൊട്ടുന്ന ഒരു ശബ്ദത്തിൽ, പൊട്ടുമാറ്. ചൂർണം എന്നാൽ പൊടി എന്നാണ്. സമാചൂർണയൻ, തൻ്റെ കാതുകളെ തവിടുപൊടിയാക്കുന്ന വിധത്തിലുള്ള ആഘൂർണജ്ജഗദണ്ഡകുണ്ഡകുഹരഃ. ഈ ജഗദണ്ഡകുണ്ഡ, ഈ ജഗത്തിനെ, ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ തന്നെയും, അതിൻ്റെ ഈ ഒരു ബ്രഹ്മാണ്ടമാകുന്ന ഒരു വലിയൊരു പാത്രമെന്ന് സങ്കല്പിച്ചാൽ അതിൻ്റെ ഉൾഭാഗത്തെ മുഴുവനിട്ട് വട്ടം കറക്കുന്നതായിട്ടുള്ള
ജഗദണ്ഡ കുണ്ടകുഹരോ, അതിനെ മുഴുവനിട്ട് വട്ടം കറക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓരോ അണുവിലും ആ ഒരു ഘോരമായ ശബ്ദം. മുമ്പേ പറഞ്ഞു, ഹിരണ്യകശിപുവിൻ്റെ 2 കാതുകളെ തവിടുപൊടിയാക്കുന്ന വിധത്തിലുള്ള, പൊട്ടുന്ന വിധത്തിലുള്ള അതിഘോരമായ ശബ്ദം. ആ ശബ്ദത്തിൻ്റെ പ്രകമ്പനം ഈ ബ്രഹ്മാണ്ടമാകുന്ന ആ വലിയ പാത്രത്തിൻ്റെ ഓരോ അണുവിലും പ്രകമ്പനം കൊണ്ടു. ഘോരസ്തവാഭൂദ്രവഃ ഘോരസ്തവാഭൂദ്രവഃ ഘോരഃ തവ അഭൂത് രവഃ. ഇങ്ങനെ 4 വാക്കുകൾ ചേരുന്നതാണ് ഘോരസ്തവാഭൂദ്രവ. ഘോര, അതിഘോരമായിട്ടുള്ള, തവ, അങ്ങയുടെ, അഭൂത രവഃ. അഭൂത് എന്ന് പറഞ്ഞാൽ ഉണ്ടായി, രവ എന്ന് പറഞ്ഞാൽ, രവം എന്നാൽ ശബ്ദം. അങ്ങയുടെ ഒരു ശബ്ദം, ആ ശബ്ദത്തിൻ്റെ ഗാംഭീര്യമാണ് ഇവിടെ പറഞ്ഞത്. ബ്രഹ്മാണ്ടത്തിലെ ഓരോ അണുവിലും അതിൻ്റെ ആ ഒരു ഭീകരത പ്രകമ്പനം കൊണ്ടു. ആ ഹിരണ്യകശിപുവിനാണെങ്കിൽ തൻ്റെ 2 കാതുകളെ തവിടുപൊടിയാക്കുകയാണോ എന്ന് തോന്നുന്ന വിധത്തിലുള്ള ഒരു അതിഘോരമായ ഒരു ശബ്ദം. അവിടെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഒന്നുകൂടി ചേർത്തു, അങ്ങയുടെ ശബ്ദം. ഭഗവാനെ, അങ്ങയിൽ നിന്നും ഇങ്ങനെയൊരു ശബ്ദം ആർക്കും പ്രതീക്ഷിക്കാവുന്നതായിരുന്നില്ല. അങ്ങനെ ഒരു ശബ്ദം, അത്രമാത്രം ഘോരമായിട്ടുള്ള ഒരു ശബ്ദമാണ് അവിടെ കേട്ടത്. ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ പൂർവം കഥാപ്യശ്രുതം. ശ്രുത്വ, കേട്ടിട്ട്, യം കില ദൈത്യരാജഹൃദയേ, യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒച്ച, കില ദൈത്യരാജഹൃദയേ, ആ അസുരന്മാരുടെ രാജാവിൻ്റെ ഹൃദയത്തിൽ, ആ ഹിരണ്യകശിപുവിൻ്റെ ഉള്ളിൽ കേട്ട ഈ ഒരു ശബ്ദം കേട്ടിട്ട് അതെങ്ങനെയുള്ളതാണ്? പൂർവം കഥാപ്യശ്രുതം. പൂർവം, മുൻപ്, കഥാപി, ഒരിക്കലും, അശ്രുതം, ഇവിടെ കഥാപ്യശ്രുതമാണ്. കഥാപ്യശ്രുതം എന്ന് എഴുതിയിരിക്കുന്ന കഥാപി അശ്രുതമാണ്. അശ്രുതം എന്നാൽ കേട്ടിട്ടേ ഇല്ലാത്തത്, മുൻപ് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത വിധത്തിൽ അത്രമാത്രം ഘോരമായിട്ടുള്ള ഒരു ശബ്ദം. അതെവിടെയാ പതിച്ചത്? ആ അസുരരാജാവിൻ്റെ ഹൃദയത്തിൽ തന്നെ വന്നു പതിച്ചു. നോക്കൂ, ഭഗവാൻ എവിടെയായിരിക്കുന്നേ? ഹൃദയകുഹരമധ്യേ. അങ്ങനെ ആ ഹൃദയത്തിനുള്ളിൽ കുടികൊള്ളുന്ന ഭഗവാനെ, അവിടുത്തെ ആ ശബ്ദം ആ ഹിരണ്യകശിപുവിൻ്റെ ഉള്ളിൽ പതിച്ചു എന്ന് പറയുമ്പോൾ, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ആദ്യം അങ്ങയുടെ ശബ്ദം എന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു ഹിരണ്യകശിപുവിൻ്റെ ഹൃദയത്തിൽ കേട്ടു എന്ന് പറയണമെങ്കിൽ ഭഗവാനെ ഇത് അവിടുന്ന് തന്നെയാണ്, അവിടുത്തെ ശബ്ദം തന്നെയാണ് എന്ന് ഹിരണ്യകശിപുവിനെ തിരിച്ചറിയിച്ചു എന്നർത്ഥം. അതുവരെ താൻ മാത്രമാണ് ഈ 3 ജഗത്തിനും അധികാരി, നാഥൻ എന്ന് പറഞ്ഞു നടന്നിരുന്ന ഹിരണ്യകശിപു തനിക്ക് മേലെ ഒന്നുണ്ട് എന്ന് തിരിച്ചറിയുന്നു. അതും ആ വിഷ്ണു ഇരിക്കുന്നത് തൻ്റെ ഹൃദയത്തിൽ തന്നെയാണ് എന്ന് തിരിച്ചറിയിച്ചുകൊണ്ട് ഭഗവാനെ അവിടുത്തെ ഈ ഒരു ശബ്ദം ഹിരണ്യകശിപുവിൻ്റെ ഹൃദയത്തിലാണ് ഹിരണ്യകശിപുവിൻ കേട്ടത്, അല്ലെങ്കിൽ ആ ശബ്ദം വന്ന് പതിച്ചത്, തുളച്ചു കയറിയത് ആ ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ നിന്നും അത് കേട്ടു. കമ്പ കശ്ചന സംപപാത ചലിതോപ്യംഭോജ പൂർവിഷ്ടരാത്. കമ്പ കശ്ചന സംപപാത. കമ്പ എന്ന് പറഞ്ഞാൽ കമ്പനം കൊള്ളുന്ന, വിറയ്ക്കുന്ന. കശ്ചന സംപപാത. കശ്ചന എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാത്ത ഒരു വിറയൽ. സംപപാത ചലിതോപി. സംപപാത എന്ന് പറഞ്ഞാൽ ഉണ്ടായി, എന്തെന്നറിയാത്ത ഒരു വിറയൽ എന്ന് പറഞ്ഞാൽ ഭയം കൊണ്ട് അതുവരെ തനിക്ക് കേട്ടിട്ടില്ലാത്തത്ര ഘോരമായിട്ടുള്ള ഒരു ശബ്ദം.
അതുവരെ തൻ്റെ ഹൃദയത്തിൽ വന്ന് പതിച്ചിട്ടില്ലാത്ത, ഹൃദയത്തിൽ നിന്ന് കേട്ടിട്ടില്ലാത്ത ഒരു ശബ്ദം, അതുവരെ തനിക്കുമേലെ മറ്റൊന്നില്ല എന്ന് കരുതിയിരുന്നിടത്ത് തന്നെ പോലും ഭയപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒന്ന് ഉണ്ടെന്നുള്ള തിരിച്ചറിവ്, അത് വല്ലാത്ത ഒരു വിറയൽ തന്നിലുണ്ടാക്കി. ചലിതോപ്യംഭോജഭൂർവിഷ്ടരാത്, അത് ഹിരണ്യകശിപുവിൻ്റെ ഉള്ളിൽ മാത്രമല്ല, ചലിതോപ്യംഭോജഭൂർവിഷ്ടരാത്, ചലിതഃ അപി അംഭോജഭൂഃ വിഷ്ടരാത്. ഇങ്ങനെ 4 വാക്കുകൾ അവിടെ വരുന്നുണ്ട്. ചലിതോപ്യംഭോജഭൂർവിഷ്ടരാത്, ചലിതഃ ചലിച്ചുപോയി, ഇളകിപ്പോയി. ആര്? അപി എന്ന് പറഞ്ഞാൽ പോലും. ആര്? അംഭോജഭൂഃ, അംഭോജത്തിൽ ജനിച്ച, താമരയിൽ ജനിച്ച ആ സാക്ഷാൽ ബ്രഹ്മാവ് പോലും വിഷ്ടരാത്, അന്ന് ചലിച്ചുപോയി, തൻ്റെ ഇരിപ്പിടത്തിൽ നിന്നും ഒന്ന് ഇളകിപ്പോയി. അത്രമാത്രം ആ ഘോരമായ ശബ്ദം അങ്ങനെ പ്രകമ്പനം കൊണ്ടു 3 ലോകങ്ങളിലും അത് ഏറ്റവും കൂടുതൽ ആഴത്തിൽ വന്ന് പതിച്ചത്, അതിൻ്റെ മുഴുവൻ രൗദ്രഭാവവും വന്ന് പതിച്ചത് ആ ഹിരണ്യകശിപുവിൻ്റെ ഹൃദയത്തിലായിരുന്നു. അങ്ങനെയുള്ള ആ ശബ്ദം കേട്ടിട്ട് ഹിരണ്യകശിപു ജീവിതത്തിൽ ആദ്യമായി ഒന്ന് ഭയന്നു വിറച്ചുപോയി. തനിക്കും മേലെയുള്ള, തനിക്കും മുകളിലുള്ള, തന്നെയും വിറപ്പിക്കാൻ കഴിയുന്ന ഒരു ശക്തിയെ ആദ്യമായി ഹിരണ്യകശിപു തിരിച്ചറിഞ്ഞത് അന്നായിരുന്നു. ആ തിരിച്ചറിവ് തൻ്റെ ഹൃദയത്തിൽ, തൻ്റെ ഉള്ളിൽ ചലനങ്ങൾ സൃഷ്ടിച്ചു. ഏറെ വൈകിട്ടാണെങ്കിലും കാലം ആരെയും കാത്തു നിൽക്കില്ല. ഇത് മുൻപേ തിരിച്ചറിയാമായിരുന്നു, ചെയ്തില്ല. തൻ്റെ പുത്രൻ തന്നെ അതിന് നിമിത്തമായി മുൻപിൽ വന്ന് ഭഗവാൻ കാണിച്ചു കൊടുത്തു, പറഞ്ഞു കൊടുത്തു. ഈ 3 ലോകത്തിന് നാഥനായിട്ടുള്ളത് ആ ഭഗവാനാണ്. ഭഗവാനെ ആശ്രയിക്കുകയാണ് വേണ്ടത്. ബാക്കി എന്തിനെ ആശ്രയിച്ചാലും ഈ ലോകത്തെല്ലാം അഭദ്രമാണ് എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ടും കേൾക്കുവാൻ കൂട്ടാക്കാതെയിരുന്ന കാതുകൾ ഇന്ന് ആ കാതുകളെയും തുളച്ചിറങ്ങുന്ന വിധത്തിൽ, ആ കാതുകളെയും തവിടുപൊടിയാക്കുന്ന വിധത്തിലുള്ള ശബ്ദം കൊണ്ട് ഭഗവാൻ അറിയിച്ചു കൊടുത്തു. ഉണ്ട്, പ്രഹ്ലാദന് തെറ്റിയിട്ടില്ല ഹിരണ്യകശിപു, നിനക്കാണ് തെറ്റിയത്. നിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയിരിക്കുന്നു. ഭഗവാൻ നമ്മൾ ആദ്യം കണ്ടിരുന്നു, വൈകുണ്ഠത്തിൽ പോലും പോയി അന്വേഷിച്ചു ആ വിഷ്ണുവിനെ കൊല്ലുവാനായിട്ട്. അന്ന് അവിടെ ശ്രീമേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നമുക്ക് പറഞ്ഞു തന്നു, ഭഗവാനെ വൈകുണ്ഠത്തിൽ കണ്ടില്ല, ഭഗവാൻ എവിടെയാണ്? സൂക്ഷ്മമായി ഈ ഹിരണ്യകശിപുവിൻ്റെ തന്നെ ഹൃദയത്തിൽ കയറി കുടിയിരിക്കുകയായിരുന്നു എന്ന്. ആ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ ഇന്ന് കേൾപ്പിച്ചു കൊടുത്തു, ഞാനുണ്ട്, നിനക്ക് തെറ്റി ഹിരണ്യകശിപു, സമയമായിരിക്കുന്നു, ഞാൻ നിൻ്റെ മുൻപിലേക്ക് വരാൻ. ഇപ്പോൾ നീ കേട്ടോളൂ, ഇതെൻ്റെ ശബ്ദമാണ്, നിനക്ക് തടുക്കാമെങ്കിൽ തടുത്തോളൂ എന്നുള്ള ഭാവത്തിൽ ഭഗവാൻ തൻ്റെ ആ ഒരു ഉഗ്രഭാവത്തെ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുവാൻ പോവുകയാണ്. അതിനുള്ള ഒരു തുടക്കമാണ് ഈ ഒരു ഘോരമായ ശബ്ദം ആ തൂണിൽ നിന്നും പുറത്തേക്ക് വമിച്ചത്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയന്നാഘോർണജ്ജഗദണ്ഡകുണ്ടകുഹരോ ഘോരസ്തവാ ഭൂദ്രവഃ ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ പൂർവം കദാപ്യശ്രുതം കമ്പഃ കശ്ചന സംപപാത ചലിതോപ്യംഭോജഭൂർവിഷ്ടരാത്. ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒന്ന്, ഇത് ഈ ഒരു ദശകം തന്നെ വായിക്കുമ്പോൾ നമ്മൾ അക്ഷരങ്ങൾ ഒരല്പം കട്ടിയിൽ തന്നെ വായിക്കേണ്ടതാണ്. കാരണം ഇവിടെ ആ ഉഗ്രമൂർത്തിയുടെ അവതാരമാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഭാവം നമ്മൾ വായിക്കുമ്പോൾ ശ്ലോകത്തിൽ ഉണ്ടാകണമെന്ന് പറയാറുണ്ട്. ഇനിയും വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ മറ്റു കാര്യങ്ങൾ നോക്കാം. ഹിരണ്യകശിപോ, അവിടെ ഒകാരം നീട്ടിയെടുക്കുകയും വേണം, വിസർഗവുമുണ്ട്, പകുതി ഹകാരത്തിൽ നിർത്തുക.
പിന്നെ ഈ ഒരു ശ്ലോകത്തിൽ കുറച്ചധികം ദീർഘമുള്ള സമസ്ത പദങ്ങൾ വരുന്നുണ്ട്. അത് കഴിയുന്നതും ഛേദിക്കാതെ, പദച്ഛേദം നടത്താതെ തന്നെ വായിക്കുക. സമാചൂർണയന്നാഘൂർണജഗദണ്ഡകുണ്ടകുഹരോ, അതത്രയും കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. ഇങ്ങനെ നമുക്ക് ചേർത്ത് വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ വരുമ്പോൾ അതിന് തൊട്ടു മുൻപുള്ള പദം വായിച്ചിട്ട് ഒരു ചെറിയൊരു ഒന്ന് നിർത്തിയിട്ട് വായിച്ചു തുടങ്ങിയാൽ നമുക്കത് ചേർത്തെടുക്കാൻ പറ്റും. ഒറ്റ ശ്വാസത്തിൽ ചിലപ്പോൾ അത് ചേർത്ത് വായിക്കാൻ പറ്റിയില്ല എന്ന് വരും. അത് ശ്രദ്ധിക്കുക. ഇവിടെ സമാചൂർണയന്നാഘൂർണജഗദണ്ഡകുണ്ടകുഹരോ, ഇവിടെ ഇനി തുടക്കക്കാർക്ക് തീരെയും അത് ചേർത്ത് വായിക്കാൻ പറ്റുന്നില്ല എങ്കിൽ സമാചൂർണയൻ എന്നവിടെ എടുത്തുകൊണ്ട് താഴെ ആഘൂർണജഗദണ്ഡകുണ്ടകുഹരോ അങ്ങനെ വായിക്കാം. അത്രയും ഭാഗം ആഘൂർണജഗദണ്ഡകുണ്ടകുഹരോ കഴിയുന്നതും ഛേദിക്കാതെ വായിക്കുക. രണ്ടാമത് ആഘൂർണജഗത്, അവിടെ ജ കൂട്ടക്ഷരമാണ്, കട്ടിയിൽ വായിക്കുക. ജഗദണ്ഡകുണ്ടകുഹരോ, അവിടെ ദായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. പിന്നെ അടുത്തത് ഘോരസ്തവാഭൂദ്രവ, ഘോരസ്തവാഭൂദ്രവ, അവിടെ വിസർഗമുണ്ട്. അതുപോലെ ഘോരസ്തവാഭൂത രവഹ ആണ്, അതും ശ്രദ്ധിക്കുക. പദം ഛേദിക്കേണ്ട, അറിഞ്ഞാൽ മതി വായിക്കുമ്പോൾ. പിന്നെ പൂർവം കഥാപ്യശ്രുതം, കഥാപി അശ്രുതമാണ്, അപ്പോൾ പ്യ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്തു വായിക്കുക. കഥാപ്യശ്രുതം. പിന്നെ അടുത്തത് കമ്പ, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ഇനി അടുത്തത് ചലിതോപ്യംഭോജഭൂർവിഷ്ടരാത്, അവിടെ സമസ്ത പദങ്ങളുണ്ട്, സമസ്ത പദമാണ്. ഒപ്പം ഖരാക്ഷരമുണ്ട്. അംഭോ, ഭ ഒക്കെ ഖരാക്ഷരമാണ്, കട്ടിയിൽ വായിക്കേണ്ടതാണ്. അതേസമയം ത, അവിടെ ദ ആയി പോകരുത്. വിഷ്ടരാത്ത് എന്നുള്ളിടത്ത് അവിടെയും കമ്പ കശ്ചന സമ്പപാത ചലിതോപ്യംഭോജഭൂർവിഷ്ടരാത്ത്, അവിടെ അത് മുഴുവനും അങ്ങനെ വായിക്കാൻ പറ്റിയില്ലെങ്കിൽ കമ്പ കശ്ചന സമ്പപാത കഴിഞ്ഞ് ഒന്ന് നിർത്തിയിട്ട് ചലിതോപ്യംഭോജഭൂർവിഷ്ടരാത് എന്ന് വായിക്കാം. ഇനി അത്രയും കൂടിയും വായിക്കാൻ പറ്റുന്നില്ല എങ്കിൽ തുടക്കക്കാർക്ക് ചലിതോപി എന്നെടുത്തുകൊണ്ട് അംഭോജഭൂർവിഷ്ടരാത്, അവിടെയും അംഭോജഭൂർ ആവരുത്, അംഭോജഭൂർവിഷ്ടരാതാണ്. ജായ്ക്ക് അകാരം കൊടുക്കുക. അഭൂതാണ്. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കുവാനായിട്ടുള്ളത്. അടുത്തത് രണ്ടാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.